പ്രോക്കുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു നാടൻ വിഭവങ്ങളിലെ പലഹാരങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉണ്ട, അരിയുണ്ട. അരിയുണ്ട നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ അരി വറുത്ത് പൊടിച്ച് വറുത്ത് പിന്നെ നമ്മൾ അത് തേങ്ങ ചിരണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക, കുറേ നാളുകൾ വച്ച് യൂസ് ചെയ്യാവുന്ന ഒരുണ്ട. എനിക്ക് തോന്നുന്നു പഴയ നമ്മളുടെ നാട്ടിൻപുറങ്ങളിൽ അല്ലെങ്കിൽ പഴയ അമ്മമാരുടെയൊക്കെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പലഹാരങ്ങളിൽ ഒന്നായിരുന്നു ഉണ്ട. ഇപ്പോൾ പക്ഷേ പലരും എന്താ പറയുക, സമയക്കുറവുകൊണ്ട് അല്ലെങ്കിൽ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ നമ്മൾ പലരും ഈ ഒരു സംഭവം വേണ്ട എന്ന് വെച്ചാൽ, പക്ഷേ അതിൻ്റെ ഒരു ട്രഡീഷണൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നിലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു അരിയുണ്ടയാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവർക്കും അത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഇന്ന് നമ്മളുടെ നാട്ടിലും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പണ്ടൊക്കെ നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ടൊക്കെ വേണം. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അരി വറുക്കാനും പൊടിക്കാനും ഒക്കെ മെഷീനുണ്ട് അരി വറുത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവലോസ് പൊടിയുടെ പാകത്തിൽ നമുക്ക് വറുത്ത് കിട്ടുന്ന സംഭവം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ഓൾറെഡി അരി നന്നായിട്ട് കഴുകി പൊടിച്ച് വറുത്തെടുത്തതിന് ശേഷമാണ് ഇത് ആക്ച്വലി ഇത് ഉണ്ട ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് ചെയ്തതല്ല. ഇത് പുട്ടിൻ്റെ രീതിയിൽ ഞാൻ പൊടിച്ചെടുത്താണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ചിന്ത വന്നിട്ട് അത് നമുക്ക് അരി ഉണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഏതൊക്കെ രീതിയിലുള്ള പ്രോസസ്സ് ചെയ്ത് ഞാൻ എടുത്തതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പുറകെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ആദ്യം പറഞ്ഞതുപോലെ ഉണ്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 5 കിലോയിൽ ഇത്രയും കൂടെ കൂടുതലുണ്ട് കേട്ടോ, കിലോ അരി പൊടിപ്പിച്ച് നമ്മൾ പുറത്ത് പോയി പൊടിപ്പിച്ച് കൊണ്ടുവന്ന അരിയാണ്. ആ അരി കുറച്ച് നേരം പൊടിപ്പിച്ച അരി ആയതുകൊണ്ട് പൊടിച്ച് കഴിഞ്ഞ ശേഷം വന്നിട്ട് വറുത്തു. പുട്ടിൻ്റെ പരുവത്തിൽ വറുത്തെടുത്ത പുട്ടുപൊടിയായിരുന്നു. അപ്പോൾ അതിനകത്താണ് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരം അത് വെള്ളം നമ്മൾ പുട്ടിന് പൊടിക്കണ മാതിരി ഒന്ന് പൊത്തി വെച്ചിരുന്നു. അതിനുശേഷം അതിനകത്തേക്ക് ഒരു 5 കിലോ കൂടുതലുണ്ടായിരുന്നു അരിപ്പൊടി. അതിന് ഒരു 6 തേങ്ങ, നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്, തേങ്ങ ഉള്ളതുകൊണ്ടാണ് കേട്ടോ 6 അത്രയും വേണമെന്നില്ല, 3-4 തേങ്ങയായാലും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ടേസ്റ്റ് തേങ്ങ കൂടുതലനുസരിച്ച് ആ 6 തേങ്ങ ഇങ്ങനെ ചിരണ്ടി ഇട്ടതിന് ശേഷം നന്നായിട്ട് പൊടി വറക്കണത് അവലോസ് പൊടിയുടെ പരുവത്തിന് വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് നല്ലതായിട്ട്, അവലോസ് പൊടി എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന കളറിൽ വറുത്തെടുക്കണം. ആക്ച്വലി അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ചുമന്ന കളർ വരുമ്പോഴാണ് അവലോസ് പൊടിയുടെ പാകം എത്തുന്നത്. അതുവരെ നമ്മൾ വറുത്തെടുക്കണം. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഈ ഒരു സംഭവം അത്ര പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു കാലം പോലെയല്ല, ഇപ്പം ഇഷ്ടം പോലെ മില്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് അരി നമ്മൾ കഴുകി കൊടുത്താൽ മതി. അതിനുശേഷം അവരെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിനാണോ ഇടിയപ്പത്തിനാണോ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ച് വറുത്ത് തരും. ഇതും അതുപോലെ തന്നെ പുട്ടിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് ഞാൻ പൊടിച്ച് വറുത്തെടുത്താണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ കുറച്ച് ഉണ്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതൽ ഉണ്ടാക്കുമ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അത് പറ്റിയെന്നിരിക്കില്ല. കാരണം അത്രയും ഒരു 6 കിലോ അരി വറുത്ത് എടുക്കുക, അത് കഴിഞ്ഞ ശേഷം ഉണ്ട ഉരുട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം പറ്റുന്ന കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് അത്രയും സാധനം കയ്യിലുള്ളത് കൊണ്ട് ഞാനതങ്ങ് ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. ചെറിയ എമൗണ്ടിൽ 1 കിലോയോ 1/2 കിലോയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പാത്രം ആകുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാസ് പോലുള്ള സംഭവങ്ങൾ പറ്റില്ല. പിന്നെ അതിനെന്ത് ചെയ്യണം, അരിയടുപ്പ് തന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തെ അടുപ്പിലേക്ക് മാറ്റി അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇളക്കണ സമയത്തും എന്താ പറയുക, വളരെ ശ്രദ്ധിക്കണം. അടി പിടിക്കാതെ വളരെ നന്നായിട്ട് അടി കെട്ടാതെയൊക്കെ അത് 1 മിനിറ്റ് കൈ ഇളക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞു പോകുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കരിചൊവയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതിന് സമയമെടുക്കും. പക്ഷേ നമ്മൾ ഇതുപോലെ അരിയുണ്ട ഉണ്ടാക്കിയെടുത്താൽ കുറേ കാലങ്ങളോളം ഇത് അടച്ച് നമുക്ക് സൂക്ഷിച്ച് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അത് ചീത്തയാവുമെന്നോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു അരിയുണ്ടയ്ക്ക്, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന അരിയുണ്ട പോലത്തെ അരിയുണ്ടയൊന്നും അല്ല, ഭയങ്കര രുചിയാണ്. പണ്ടൊക്കെ നമ്മളുടെ വീടുകളിൽ ആഘോഷങ്ങൾ വന്നാൽ, ഓണമായിക്കോട്ടെ വിഷു ആയിക്കോട്ടെ എന്ത് വന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു ഉണ്ട. അത് ഓണം, വിഷു, ഉത്സവങ്ങൾ, നമ്മുടെ നാടുകളിലൊക്കെ ഉത്സവങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തും നമ്മൾ
കുറച്ച് പേര് നമുക്ക് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ കുറേ കാലങ്ങളോളം യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാവാം കേട്ടോ അമ്മ ഇതിനകത്ത് ഭയങ്കര എക്സ്പേർട്ടാണ് ഈ ഒരു കാര്യം ചെയ്തെടുക്കാനായിട്ട്. ഭയങ്കര ടേസ്റ്റാണ് അമ്മയുടെ ഉണ്ട കഴിക്കാനും. അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് എന്നാൽ പിന്നെ അമ്മയെ കൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് നിന്നിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അത് കുറേ നാളുകളായിട്ട് മനസ്സിലുള്ളൊരു ഐഡിയ ആയിരുന്നു. ഞാൻ തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഇത്തിരി കുറവാണ് ഇത് എന്നെ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. കാരണം ഇതിനകത്ത് ചെറുതായിട്ട് എവിടെയെങ്കിലും ചെറിയൊരു കുഴപ്പം പറ്റിയാലേ സംഗതി ഭയങ്കര പ്രോബ്ലം ആവും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നമൊന്നും വേണ്ട. അവലോസ് പൊടിയുടെ ഇത് നമ്മൾ തേങ്ങ ചിരണ്ടി കൊടുത്ത് അവർ അതുകൊണ്ട് ചേർത്ത് വറുത്ത് തരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവലോസ് പൊടിയുടെ രീതിയിൽ തന്നെ അവർ വറുത്ത് തരും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വേണ്ട. നമ്മുടെ കൈ കഴിക്കുന്ന അനുസരിച്ചിട്ട് ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോരുത്തർ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര എളുപ്പമുള്ള പണിയല്ലത്. ഇത് മുഴുവൻ വറുത്തെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പോൾ കുറച്ച് സമയമല്ല, നല്ലോണം സമയം എടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നല്ല സമയം എടുക്കും എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് വറുത്ത് കിട്ടാനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിച്ചിരി ഇങ്ങനത്തെ ഇത്രയും വലിയ മെനക്കെട്ട പരിപാടിക്ക് നോക്കുകയും വേണ്ട. ഇതിപ്പോൾ ഇങ്ങനെ പറ്റിയതായതുകൊണ്ട് ഉണ്ടാന്നുള്ള ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് കൊണ്ടും പിന്നെ അത് ഇങ്ങനെ ട്രഡീഷണൽ വേ തന്നെ ചെയ്യണം എന്നെൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തെടുത്ത ഒരു കാര്യമാണ്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളേറെ എല്ലാവരും കൂടെ കൂടി ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ആവുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രസമുണ്ടല്ലോ. നമ്മളെല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന ഒരു രസം. ഒരു ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ കൂടി ചെയ്ത് എടുക്കുമ്പോൾ അതൊരു ഉണ്ടോ ഇടയ്ക്ക് നോക്കണമാണ് ഞാൻ. എന്താ പറയുക, അപ്പോഴത്തെ ഒരു സമയത്ത് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഭയങ്കര സൗണ്ട് വരും. അവരുടെ എല്ലാവരുടെയും സൗണ്ടും പുറത്തെ സൗണ്ടും എല്ലാം കൂടെ ആവുമ്പോൾ വോയിസ് ക്ലിയർ അല്ല. ഞാൻ വോയിസ് എടുത്തതാണ്, പക്ഷേ അതൊന്നും ക്ലിയർ അല്ല. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്നുണ്ട്. എൻ്റെ വിചാരം ഞാൻ ഈ വോയിസ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ആ വോയിസ് ഒന്നും നമുക്കവിടെ പറ്റില്ല. കാരണം അതിനൊക്കെ ഭയങ്കര അവിടെ ഇവിടെയൊക്കെ അമ്മയും അവരുടെ കുട്ടികളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ വോയിസ് ക്ലിയർ ആയില്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് അടുത്ത വേറെ വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് കൈ എന്താ പറയുക, നമ്മൾ ഇളക്കുമ്പോൾ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഞാനത് ഇളക്കുമ്പോഴും നമുക്കത് നല്ല സ്ട്രോങ് ആയിട്ട് അടിഭാഗമൊക്കെ നന്നായിട്ട് ചേർത്ത് ഇളക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ സാധനം കുഴപ്പമില്ലാതെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇളക്കുന്ന പ്രോസസ്സ് നല്ല പരിപാടിയാണ്. അത് നന്നായിട്ട് അത് ഇളക്കി എടുത്താലാണ് അടിയിലൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളത് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് തേങ്ങയൊക്കെ ഒന്ന് സ്വാദ് വന്ന് പിന്നെന്താ അങ്ങനെ ഉണങ്ങി വരുമ്പോഴാണ് അവലോസ് പൊടിയുടെ രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും അരി ഉണ്ടെങ്കിലും അത് നമ്മൾ അവലോസ് പൊടി ആക്കുമ്പോൾ ഇത്ര ഉണ്ടാവില്ല കേട്ടോ. അത് ചുരുങ്ങി വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ വറവിൻ്റെ എനിക്ക് തോന്നണം നമ്മുടെ ഇപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ടയ്ക്കും നമ്മൾ പുറത്തുനിന്ന് പൊടിച്ച് വറുത്ത് കിട്ടുന്ന ആ ഒരു ഇതിനും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എന്താണെങ്കിലും. കാരണം ഈ ഒരു ജോലി ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു മെനക്കെട്ട പരിപാടിയാണെന്ന് തോന്നുമെങ്കിൽ പോലും പക്ഷേ ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ എന്നുള്ളത് നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയുടെ ടേസ്റ്റ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ അടുപ്പിൽ വെച്ച് തീയൊക്കെ കത്തിച്ച് ട്രഡീഷണൽ വേ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. സമയം മുടക്കാണ് തോന്നും, ഇത്രയൊക്കെ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, കുറച്ച് കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചാൽ പോരേന്നൊക്കെ തോന്നും. അങ്ങനെ ചിന്തിക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം ഇതൊന്നും അല്ല ലൈഫിൽ, ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാവുള്ളൂ. ഈ ഒരു കാര്യമൊക്കെ ചെയ്തിട്ടേ എല്ലാവരും കൂടെ കൂടി ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്നിട്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞില്ലേ നമ്മൾ പാത്രത്തിലാക്കി ആക്കിയിട്ട് വെച്ച് നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ലതാണ്. നമ്മളിത് കുറേ നേരമായിട്ട് കണ്ടോ, അതൊരു കുറച്ച് പാകത്തോളമായി കണ്ടോ, ഇത്രയായി. അപ്പോൾ ഇപ്പം നമുക്ക് ഇളക്കാൻ എളുപ്പമാണ്, കാരണം അധികം പ്രശ്നമില്ല. നമ്മൾ ബലം ഉപയോഗിച്ച് ഇത് ചെയ്യും. ഇത് പതുക്കെ ഒന്ന് ഇളക്കി വിട്ടാൽ പിന്നെ ഇളകും. പക്ഷെ ആദ്യം എന്ന് പറയുമ്പോൾ തേങ്ങ
അരി ഇളക്കാൻ ഇത്തിരി പാടാണ്. അതെ കുറച്ചുകൂടി ശരിക്കും ഇളക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചുമന്ന രീതിയിലാക്കി കുറച്ച് നേരമാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വയ്ക്കാം. അതാണ് ഇതിൻ്റെ ഏകദേശം ആയിക്കൊണ്ടേയിരിക്കുന്നു നമ്മളുടെ എന്താ പറയുക. ഇനി നമുക്ക് അതിൽ ചേർക്കാനുള്ള സാധനങ്ങളാണ് ജീരകം, പിന്നെന്താ ചുക്ക്, ഏലക്ക. ഇത് ഇത്രയും വറുത്ത് ഞാൻ വച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. കണ്ടോ, ചൂടോടുകൂടി തന്നെയാണ് പൊടിച്ചത്. അപ്പോൾ എന്താ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി. ഇതാണ് ഇതിനകത്ത് ടേസ്റ്റ് മേക്കർ. ഇതാണ് ഇതിനകത്ത് ഉരുക്കിയ ശർക്കരയാണ് കേട്ടോ, ഉരുക്കി അരിച്ചെടുത്ത ശർക്കരയാണ്. കാരണം വീഡിയോ ഓണാണെന്ന് വിചാരിച്ചെങ്കിലും ഓണായിരുന്നില്ല. ഒന്നാമത് അപ്പോഴത്തേനും ഇരുട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഓണായിരുന്നില്ല. നന്നായിട്ട് തിളച്ചു. ഇനി അതിൻ്റെ ഒരു പാകമുണ്ട്. നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ താഴേക്ക് കട്ട പിടിച്ച് കിടക്കുന്ന ഇത് കണ്ടോ, ആ താഴേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ താഴേക്ക് ഇങ്ങനെ കട്ട പിടിച്ചെടുക്കും. അല്ലെങ്കിൽ വേറൊരു പാകം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഇളക്കി വരുമ്പോൾ 2 നൂൽ പാകം, ഇതിൻ്റെ ഒരു പാകമുണ്ട്. 2 നൂൽ പാകമാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഈ 2 നൂൽ പാകം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അവലോസ് പൊടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. അതാണ് 2 നൂൽ പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഉണ്ട പിടിക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇത് പാകം കറക്റ്റ് അല്ലെങ്കിലാണ് പ്രശ്നമാണ്. അത് കഴിഞ്ഞ ശേഷം ഉരുളി താഴേക്ക് ഇറക്കി വെച്ചു. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന അവലോസ് പൊടി എല്ലാം അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു. നല്ല ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ. അത് താഴേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അവലോസ് പൊടി മുഴുവൻ അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ അവലോസ് പൊടി ഇടുമ്പോൾ കുറേശ്ശെ ഇട്ട് പോവുക. കാരണം നമുക്കത് അറിയാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം. അത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം നമുക്ക്. അപ്പോൾ നമുക്ക് തോന്നുവാണ് ഇച്ചിരി കൂടുതലാണ് അവലോസ് പൊടി എന്ന് തോന്നിയാൽ അത് നിർത്തിയേക്കുക. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരുന്നതെല്ലാം അമ്മയ്ക്ക് നല്ല കണക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കത് കൂടുതലും ആയിരുന്നില്ല കുറവും ആയിരുന്നില്ല, കറക്റ്റായിരുന്നു ഞാൻ എടുത്ത് വെച്ചിരുന്ന അവലോസ് പൊടി. അപ്പോൾ എല്ലാം അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് വെച്ചിരുന്ന ജീരകവും അതും മിക്സ് ചെയ്തു. അതിനുശേഷം പിന്നത്തെ പരിപാടിയാണ്. ഇതാണ് മെയിൻ പരിപാടി കേട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി ചൂടാണ്. എന്നാലും എല്ലാവരും കൂടി അത് ഉരുട്ടിയെടുക്കുക. സമയത്ത് ഏതാണ്ട് ഒരു 10 മണിയോടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളിതെല്ലാം ഉണ്ടാക്കി ആ സമയത്ത് തുടങ്ങിയ പരിപാടി തീരുമ്പോൾ ഏതാണ്ട് 10 മണിയോടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തർ ഓരോരോ പണികളിലാണ്. ഒരാൾ കുറച്ച് പേരെ ഉരുട്ടുക, അവലോസ് പൊടിയിലേക്കിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു ടൈം പാസും കൂടെയാണ്. കാരണം ഇത് ചെയ്ത് വയ്ക്കുമ്പോൾ കുട്ടികൾക്കുള്ള ഭക്ഷണമാണ്. പക്ഷേ ഇത് ഞങ്ങളുടെ ഏറ്റവും ഇതുണ്ടോ ഇതുപോലെ എല്ലാം ഉരുട്ടി ഞങ്ങളൊരു 10 മണിയായപ്പോഴത്തേനും ഉരുട്ടി ഫൈനൽ സ്റ്റേജ് ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ്. എന്ത് ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കണേന്ന് നോക്കിയേ, എന്ത് രസമായിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാടൻ ഉണ്ട. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.